ബൂസ്റ്റർ പമ്പുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മോണോബ്ലോക്ക് ടൈപ്പ് മൾട്ടി സ്റ്റേജ് പമ്പുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സബ്മേഴ്സിബിൾ പമ്പുകൾ വലുതായിട്ട് ആരും തന്നെ ബൂസ്റ്റർ പമ്പായിട്ട് ഉപയോഗിക്കാറില്ല. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഒരു സബ്മേഴ്സിബിൾ പമ്പ് ബൂസ്റ്റർ പമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് UST ഗ്ലോബലിന്റെ ഓഫീസിലാണ്. ഇവിടെ കാണുന്ന ഗ്രൗണ്ടും അതുപോലെ ഈ ഗാർഡൻ ഏരിയകളും അതുപോലെ ചെടികളും ഒക്കെ നനയ്ക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു കുളത്തിൽ നിന്ന് ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഇട്ടതിന് ശേഷം ഈ കംപ്ലീറ്റ് ഏരിയയിൽ നനയ്ക്കുകയാണ് നമ്മുടെ ടാസ്ക്. ഈ ഒരു സൈറ്റിൽ ഏകദേശം 2000 മീറ്ററോളം പൈപ്പ് പല ഭാഗത്തായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് ഓരോ വാൽവ് പോയിന്റുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൽവ് പോയിന്റിൽ നിന്ന് ഓസ് വെച്ചിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കുന്നത്. നമ്മൾ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് വാൽവുകളെല്ലാം ക്ലോസ് ആയിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ പൈപ്പ് പൊട്ടാനും അതുപോലെ ഫിറ്റിംഗ്സും ഒക്കെ ഡാമേജ് ആവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ വാൽവ് ഓൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം പമ്പ് ഓൺ ആവും. എപ്പോഴാണോ വാൽവ് ഓഫ് ചെയ്യുന്നത് ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ഓഫ് ആവുകയും ചെയ്യും. ഈ ഒരു സൈറ്റിലെ ഹെഡും ഡിസ്ചാർജും അതുപോലെ പ്രഷറും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ സൈറ്റിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 1.5 HP ഈ കാണുന്ന ഒരു ബോർവെൽ പമ്പാണ്. ഇത് ഓയിൽ കൂൾഡ് ടൈപ്പ് പമ്പാണ്. നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ എല്ലാം തന്നെ ഓയിൽ കൂൾഡ് പമ്പായിരിക്കും കുറച്ചും കൂടെ ബെസ്റ്റ്. കാരണം നമ്മൾ ഈ പറയുന്ന ഈ കുളത്തിലൊക്കെ ഇടുന്ന സമയത്ത് ആംഗിൾ ചരിച്ചിടാം. ഇനി ആംഗിൾ നമുക്ക് ഈ ഓയിൽ കൂൾഡ് പമ്പാകുമ്പോൾ ചെയ്യാൻ പറ്റും. വാട്ടർ കൂൾഡ് പമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് നിറക്കാൻ പറ്റുള്ളൂ. ചരിച്ചിട്ട് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഓയിൽ കൂൾഡ് പമ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ പമ്പ് ഇതിന്റെ ഹോസ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കുളത്തിലോട്ട് ഇറക്കിയായിരുന്നു. അതിന് ശേഷം നേരെ വന്ന് നമ്മൾ ഇതിനകത്ത് കയറുന്ന ഈ കാണുന്ന ഒരു ഫിൽറ്ററിലോട്ടാണ്. നമ്മളിവിടെ ഒരു സ്ക്രീൻ ഫിൽറ്റർ 2 ഇഞ്ചിന്റെ സ്ക്രീൻ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ വരുന്നത് ഒരു NRV വാൽവിനാണ്. നമ്മളിത് സൊലോട്ടോ വാൽവിന്റെ സ്പ്രിംഗ് ടൈപ്പ് NRV വാൽവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഷർ ബൂസ്റ്റർ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്പ്രിംഗ് ടൈപ്പ് തന്നെ ഉപയോഗിക്കണം. ഫ്ലാറ്റ് ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു വൈബ്രേഷൻ വരാൻ എപ്പോഴും ഒരു ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ടൈപ്പ് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മുടെ സാധാരണ ബൂസ്റ്ററിൽ കാണുന്ന പോലെ ഒരു 24 ലിറ്ററിന്റെ ഒരു ടാങ്ക് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പ്രഷർ ഗേജ് നമുക്കിവിടെ കാണാം. എത്ര പ്രഷറിലാണ് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നോക്കാം നമുക്ക് ആ പ്രഷർ എത്രയാണ് പ്രഷർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡാം ഹോസിന്റെ പ്രഷർ സ്വിച്ച് വേണം. അപ്പോൾ ഈ ഒരു പ്രഷർ സ്വിച്ചിൽ നമുക്കിത് എത്ര ബാറിൽ കട്ട് ഓഫ് ആവണം, എത്ര ബാർ മിനിമം പ്രഷർ വേണമെന്നുള്ളതെല്ലാം ഇതിനകത്ത് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രഷർ സ്വിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രഷർ സ്വിച്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇത് ഡെലിവറി ലൈനിലോട്ട് ഫുള്ളായിട്ട് നമ്മളിത് ചാർജ് ചെയ്തിട്ടുണ്ട്. പ്രഷർ സ്വിച്ചിന്റെ സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് വരേണ്ടത് ഈ കാണുന്ന ഈ ഒരു കോൺടാക്ടർ ടൈപ്പ് പാനലാണ്. നമ്മുടെ MCB ടൈപ്പ് പാനലിൽ ഒരിക്കലും തന്നെ നമുക്കിത് ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രഷർ സ്വിച്ചിന്റെ കൺട്രോൾ നമുക്ക് വരുന്നത് ഈ 2 നോവോൾട്ട് കോയിൽ നിന്നാണ് ഇതിന്റെ പവർ സപ്ലൈ എടുക്കേണ്ടത്. ഈ നോവോൾട്ട് കോയിൽ നിന്നൊക്കെ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എപ്പോഴാണോ ഇൻസ്റ്റന്റിൽ പവർ സപ്ലൈ കിട്ടുന്നത് ആ സമയത്ത് ഇത് പമ്പ് ഓൺ ആവും. ഈ സ്വിച്ച് കട്ട് ഓഫ് ആവുന്നത് അപ്പോഴത്തേക്ക് ഈ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാനൽ ഉപയോഗിച്ച് തന്നെ കോൺടാക്ടർ ടൈപ്പ് പാനൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു കാണുന്ന പ്രഷർ സിസ്റ്റം നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം പാനൽ ബോർഡ് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് പമ്പ് ഓണായി. നമുക്കിവിടെ കാണാം വോൾട്ടേജ് വന്നിട്ട് 232 വോൾട്ട് ഇവിടെ ലൈനിലുണ്ട്. ഇവിടെ നമ്മൾ ഗേജ് നോക്കിക്കഴിഞ്ഞാൽ 5 amps പ്രഷർ ഇപ്പോൾ ലൈനിൽ ലൈവായിട്ടുണ്ട്. പമ്പ് ഓൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു വാൽവ് പോയിന്റ് വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു വാൽവ് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്ന പോലെ നല്ലൊരു സൂപ്പർ പെർഫോമൻസ് നമുക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 3 ബാറാണ് ഇപ്പോൾ റണ്ണിങ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ ഇത് 5 ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ റൺ ആവുന്ന സമയത്ത് ഇപ്പോൾ ലൈനിൽ നമുക്ക് 3 ബാർ നെറ്റ് പ്രഷർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കറണ്ട് വന്നിട്ട് 10 amps കറണ്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രഷർ ഗേജ് കാണുന്ന പോലെ 3 ബാറിൽ നിന്ന് ഇത് സ്ട്രൈറ്റ് ആയിട്ട് 5 ബാറിലോട്ട് വരും. എന്നിട്ട് ഇത് കട്ട് ഓഫ് ആയി നിൽക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആംസ് 0 ആണ്. വോൾട്ടേജ് മാത്രമേ പാനൽ കാണിക്കുന്നുള്ളൂ. പമ്പ് എന്നാൽ വർക്കിംഗ് അല്ല. ഇനി എപ്പോഴാണ് അടുത്ത വാൽവുകൾ തുറക്കുന്നത് ആ സമയത്ത് ഇത് പമ്പ് ഓൺ ആവും. വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷനും ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഇത്ര ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഈ നമ്മുടെ സബ്മേഴ്സിബിൾ ബൂസ്റ്റർ പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മൾട്ടി സ്റ്റേജ് പമ്പായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അതായത് ബോർവെൽ പമ്പിന് ഓയിൽ കൂൾഡ് ടൈപ്പ് മൾട്ടി സ്റ്റേജ് പമ്പായിരിക്കും എപ്പോഴും ബൂസ്റ്റർ പമ്പിന് നല്ലത്. അതുപോലെ തന്നെ കോൺടാക്ടർ ടൈപ്പ് സ്റ്റാർട്ടറിലായിരിക്കും നമുക്കിത് ചെയ്യാൻ എളുപ്പം. ഓവർലോഡ് റിലേയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ പാനൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാനൽസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഏതെങ്കിലും സൈറ്റുകളിലോ വീടുകളിലോ ഒക്കെ ഓവർഹെഡ് ടാങ്ക് വയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന സബ്മേഴ്സിബിൾ ബൂസ്റ്റർ പമ്പ് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 100% നമുക്ക് വിജയകരമായിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ചില ഫാമുകളിലും അതുപോലെ തന്നെ ഗാർഡൻ ഏരിയകളിലൊക്കെ പൈപ്പ് ലെങ്ത് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നല്ല പ്രഷർ ഉണ്ടാവും. എന്നാൽ ഡെഡ് എൻഡോട്ട് വരുന്ന സമയത്ത് ഒട്ടും പ്രഷർ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലും നമ്മൾ ഈ കാണുന്ന സബ്മേഴ്സിബിൾ ബൂസ്റ്റർ പമ്പ് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു പടി കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ 2 പമ്പിന്റെ ആവശ്യമില്ല. ഈ ഒരു ഒറ്റ സബ്മേഴ്സിബിൾ ബൂസ്റ്റർ പമ്പ് മതി. നമുക്ക് ഓവർഹെഡ് ടാങ്കിന്റെ ആവശ്യമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.